അജയൻ്റെ രണ്ടാം മോഷണം ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഞാനിത് പറയുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടെ ഏറ്റെടുക്കുകയാണ്. റിലീസിന് ശേഷം എന്തായി പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിക്കും. ഇതങ്ങനെ ചോദിക്കേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു. ടോബി എൻ്റെ അടുത്ത് എടാ ഇത്രയും വെയിറ്റ് ചെയ്യുന്നതിനേയും കാട്ടി നീ ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ടോബി വെച്ചിട്ട് ഈ സിനിമയെ ചെയ്യുന്നുള്ളൂ. ഐ മേ ലുക്ക് യങ്, പക്ഷേ ദ റിയാലിറ്റി ഈസ് ഐ എം നോട്ട് യങ്. അത് ഞാൻ ആദ്യം മനസ്സിലാക്കും. അല്ല ഞാൻ ഇനിയും ഒരു നായകനായിട്ട് പ്രേമവും കാര്യങ്ങളും ഒറ്റ നടന്നാൽ പ്രേക്ഷകർ ആ ചൂരൽ നല്ല അടി എന്ന് തരുന്നുള്ള കാര്യം എനിക്കറിയാം. ഷൂട്ട് നടക്കുന്നു, അപ്പുറത്ത് സെറ്റിന് അവിടെ തീ പിടിച്ചു, മറ്റേടത്ത് വേറെ സെറ്റ് പൊളിഞ്ഞു പോയി, അത് വേറെ പ്രശ്നം നടക്കുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന് ഒരുപാട് പേര് വന്നിട്ട് ക്രൗഡ് വന്നതിൻ്റെ വേറൊരു പ്രശ്നം അവിടെ നടക്കുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കിടയിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇതൊരു ഒരു ഒരു ലാൻഡ് മാർക്ക് സിനിമയായിരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഫയലിൻ്റെ ഇടയിൽ നിന്ന് ഇതേപോലെ ഒരു കഥ എഴുതണമെങ്കിൽ ഈ ഫയലിൻ്റെ ഇടയിൽ നിന്നാണ് ഈ കഥ ഉണ്ടായിരിക്കുന്നത്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല ടീമിനെ ഓർഗനൈസ് ചെയ്യുന്ന ആളാണ് ഡയറക്ടർ. അപ്പോൾ അതിനെപ്പറ്റി ഏറ്റവും നല്ല ക്യാമറാമാനെ ചൂസ് ചെയ്യുക, ഏറ്റവും നല്ല റൈറ്ററെ ചൂസ് ചെയ്യുക, തിരക്കില്ലാത്ത ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുക. ജിതിൻ്റെ വിഷൻ എന്താണെന്നുള്ളത് ജിതിൻ്റെ അപ്പിയറൻസിൽ നിന്ന് തന്നെ വ്യക്തമാവും. നമ്മൾ നാലുപേരും ഇരിക്കുന്നു, ജിതിൻ സ്റ്റാൻഡ്സ് ഔട്ട് അല്ലേ? ജിതിൻ്റെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഹെയർ സ്റ്റൈല്, ഗ്ലാസ്, താടി എല്ലാം വ്യത്യാസമല്ലേ? ഈ കാഴ്ചപ്പാടാണ് സിനിമയ്ക്കും പുള്ളി കൊടുത്തിരിക്കുന്നത്. എല്ലാം ഇച്ചിരി 3D നിൽക്കും. കണ്ണാടി വരെ 3D വെച്ച് ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടനുണ്ട്, ആൻഡ് ദ ഡയറക്ടർ ജിതിൻ ലാൽ, ആൻഡ് സഞ്ജു ചേട്ടനുണ്ട്, ഓൾസോ ദ സ്ക്രിപ്റ്റ് റൈറ്റർ സുജിത് നമ്പ്യാർ. സോ എല്ലാവർക്കും മോളിവുഡ് മിക്സിലേക്ക് സ്വാഗതം. താങ്ക് യു. സോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാളികൾ ഭയങ്കര ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം. അപ്പം let's start from the veteran actor itself. പറയൂ sir about the film. Veteran ഒന്നുമല്ല, young and vibrant. അതെ, E for vibrant. എന്ത് അഡ്ജക്റ്റീവ് ആയാലും കുഴപ്പമില്ല. അജയൻ്റെ രണ്ടാം മോഷണം ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ മനസ്സിലായല്ലോ. നമ്മളെല്ലാരും അപ്പൊ ആ ഒരു ഹൈപ്പോട് കൂടിയിട്ടിരിക്കും. ഞാനൊരു നല്ല പ്രേക്ഷകനാണെന്ന് വിശ്വസിക്കുന്നു. കാരണം കഴിയുന്നതും സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പറ്റിയാൽ ഞാൻ കാണും. അത് കണ്ടിട്ട് അത് ആസ്വദിക്കുക, അതിന് എന്തെങ്കിലും പോരായ്മകൾ തോന്നുമെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ സിനിമ എന്ന ഒരു മാധ്യമത്തിൻ്റെ സാധ്യതകൾ എനിക്കറിയാം. അതിൻ്റെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ പടത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ മാറി നിന്ന് പറയുകയാണെങ്കിൽ, ഇതിന് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്, അതല്ലാതെ മാറി നിന്ന് പറയുകയാണെങ്കിൽ പ്രേക്ഷകന് തൃപ്തി കിട്ടുന്ന ഒരു നല്ല ഓണം പാക്കേജ് ആയിരിക്കും അജയൻ്റെ രണ്ടാം മോഷണം. ഞാനിത് പറയുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടെ ഏറ്റെടുക്കുകയാണ്. കാരണം എനിക്ക് സൊസൈറ്റി കൽപ്പിച്ച് തന്നിട്ടുള്ള അങ്ങനെ ബഡായി ഒന്നും പറയാത്ത ഒരാളായിട്ടാണ് എന്നെ സൊസൈറ്റി കാണുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ ആൾക്കാർ റിലീസിന് ശേഷം എന്തായി പറഞ്ഞിട്ട് എന്തായി എന്ന് ചോദിക്കും. ഇതങ്ങനെ ചോദിക്കേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു. ഇതൊരു ക്ലീൻ ഫാമിലി എൻ്റർടൈനർ ഫോർ ഓൾ ഏജസ്, ഫോർ ഓൾ ഗ്രൂപ്പ്സ്, ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ പാക്കേജ് എന്ന് പറയുന്ന അതാണ്. എല്ലാം ഉണ്ടാവും. ആക്ഷൻ ഉണ്ടാവും, സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും, റൊമാൻസ് ഉണ്ടാവും, ഭയങ്കര ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ഉണ്ടാവും, നല്ല വിഷ്വൽസ് ഉണ്ടാവും, നല്ല പാട്ടുകളുണ്ടാവും. ഇതൊക്കെ പോരെ? പിന്നെ അത് മതി. ഒരു സിനിമ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് അജയന്റെ രണ്ടാം മോഷണം. നമ്മുടെ ജഗദീഷ് സർ നമുക്ക് ഇവിടെ വാക്ക് തന്നിരിക്കുകയാണ്. എനിവേ നൗ കമ്മിങ് ടു ദ ഡയറക്ടർ. ചേട്ടാ, സിനിമ 3D ആണ്. അത് കുട്ടികളെയൊക്കെ കുറേ കൂടെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. 3Dയിൽ നമ്മൾ ടോബി ചേട്ടനെ കാണാൻ പോവുകയാണ് എന്നൊക്കെയുള്ള സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റിൽ ഇത്രയൊരു ഫാന്റസി ഫിലിം അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഹൗ വാസ് യുവർ ജേർണി വിത്ത് അജയന്റെ രണ്ടാം മോഷണം? ഇതിപ്പോ ഒരു ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു 8 years ആയിട്ടുള്ള ഞാനും സുഹൃത്തായിട്ടുള്ളൊരു ജേർണിയാണ്. 8 years. ഞങ്ങൾ 8 years മുന്നേ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ വി നെവർ തോട്ട് ലൈക്ക് ഇറ്റ് ഗോണ ടേക്ക് 8 years ഓർ സംതിങ്. അത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചെറിയ സിനിമ ആയിട്ടാണ്. എല്ലാത്തിനും ഓരോ ഡെസ്റ്റിനി ഉള്ള പോലെ ഫൈനലി പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു 3D ഫിലിമിലേക്ക് വന്നു ചേർന്നതാണ്. അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ വലിയ സിനിമയെ ചെയ്യത്തുള്ളൂ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തതല്ല. അത് ഗ്രാജുവലി സംഭവിച്ച ഒരു കാര്യമാണ്. പല ഡിലേസ് ഉണ്ടായെങ്കിലും അതെല്ലാം സിനിമയ്ക്ക് നല്ലത് സംഭവിക്കുന്ന രീതിയിലേ അത് എത്തിയിട്ടുള്ളൂ. ഓക്കെ.
സോ ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ 8 years ആയിട്ടുള്ള ഒരു ഇതാണ്, പിന്നീടാണ് ഇത് 3D ആക്കണം എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷനിലേക്ക് വന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ട്രെയിലർ ഒക്കെ നമ്മൾ കണ്ടു. സോ എനിക്ക് വളരെ ഒരു നാടോടി കഥ കണ്ടിരിക്കുന്ന, ഒരു മുത്തശ്ശി കഥ കണ്ടിരിക്കുന്ന ഒരു ഫീലാണ് കണ്ടത്. അതായത് ചോദിക്കാവ് എന്ന് പറയുന്ന ഒരു ഇത്. സോ വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്? അതായത് ഒരു ഗ്രാമമാണ്, ഒരു ഗ്രാമം ചിയോദിക്കാവ് എന്ന് പറഞ്ഞ് നമ്മൾ കഥയിൽ വന്ന ചിയോദിക്കാവ് എന്നാണ്. അപ്പോൾ ആ ഗ്രാമം 3 കാലഘട്ടത്തിൽ ഗ്രാമത്തിന്റെ പേരുകൾ പോലും മാറുന്നുണ്ട്. ഒരു എവല്യൂഷനാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന 3 മനുഷ്യർ, ആ 3 കാലഘട്ടത്തിൽ വരുന്ന 3 പേർ, അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ, അവർക്ക് മാറ്റങ്ങളുണ്ട്. കഥയിൽ വരുന്ന പോലെ തന്നെ നാടിന്റെ പേര് മാറുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 8 വർഷം എന്ന് പറയുന്നത് നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചു. ലോകത്ത് പലതും നടന്നു. അപ്പോൾ ഞാനും ജിതിനും ഈ സിനിമയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മളെ ശരീരത്തിലും സംഭവിച്ചിട്ടുണ്ട് ഈ സിനിമ എന്ന് പറയുമ്പോൾ. 8 വർഷം കഴിഞ്ഞ 8 വർഷങ്ങൾക്കുള്ളിൽ ലോകത്ത് എന്തൊക്കെ നടന്നു, നമുക്ക് നടന്നത് ഈ സിനിമയാണ്. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായ അവനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ കാലയളവല്ല. അതിനിടയിൽ എല്ലാവരും വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പലതും നടന്നിട്ടുണ്ട്. പക്ഷെ അന്നും നമ്മളൊരു വിശ്വാസത്തോടു കൂടെ നമ്മൾ നിന്ന ആൾക്കാരാണ് ടോവിനോ എന്ന് പറഞ്ഞ നടനും ലിസ്റ്റൻ സ്റ്റീഫൻ, ഡോക്ടർ സക്കറിയ എന്നൊക്കെ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സൊക്കെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവുകയും ഇങ്ങനൊരു സിനിമ സംഭവിക്കുകയും ചെയ്തു. സഞ്ജയ് ചേട്ടാ, ഇപ്പൊ എനിക്ക് തോന്നുന്നു സഞ്ജയന്റെ കരിയറിൽ തന്നെ ഒരു പക്ഷെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സിനിമ ആയേക്കാം അജയന്റെ 2ാം മോഷണം എന്ന് തോന്നുന്നു. ട്രെയിലർ കണ്ടു, ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് എന്ന് മനസ്സിലാക്കി. അപ്പം പ്ലീസ് ടെൽ us about your character. ആൻഡ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ കമന്റിനോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ? ഞാൻ ഈ സിനിമയിലേക്ക് ഞാൻ വരുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അതും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഷൂട്ടിന് ഒരു 10-15 ദിവസം മുമ്പ് ഒരു രാത്രി 1:30-2 മണിയായപ്പോഴാണ് ജിത്തിനോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുക, അപ്പം നേരത്തെ നമ്മുടെ സുഹൃത്ത് ആണ് എൻ്റെ, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചു. പുള്ളി സിനിമ ചെയ്യാൻ പോകുന്നപ്പോൾ അന്നേരമൊന്നും ഇതിലില്ല. പക്ഷേ ഇതെനിക്ക് അന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് അയച്ചു തന്ന ഇതൊന്ന് കണ്ടു നോക്കുന്നുണ്ട്. എനിക്ക് അയച്ചു തന്ന അതിൻ്റെ എനിക്കൊന്നൊരു ഒരു ടീസർ, എനിക്കൊന്ന് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു 100 ടീസറെ കട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട് ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഒരു ടീസർ എന്നെ കാണിച്ചെന്ന് അത്രയും ഇംപ്രസ്ഡ് ആയിട്ട്, ഇൻ ബിറ്റ്വീൻ വർക്ക് അത്രയും ഇംപ്രസ്ഡ്, അത്രയും ഹാപ്പി ആയിട്ട് ആണ് ജിതിൻ എൻ്റെ അടുത്ത് ആ ഒരു സംഭവം എന്നോട് പറയുന്നത്, ഈ സിനിമയെ പറ്റി പറയുന്നത്. അത് കണ്ട് ഞാൻ അന്ന് രാത്രി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഇത്രയും വലിയ സംഭവമാണോ പ്ലാൻ ചെയ്തത്? കാരണം ജിതിൻ ഒരു ഫസ്റ്റ് ടൈമർ ഒരിക്കലും ഇങ്ങനത്തെ സിനിമയ്ക്കൊന്നും ഇറങ്ങിത്തിരിക്കില്ല. അപ്പൊ അന്ന് എന്നോട് ഇത് പറഞ്ഞ് ഞാൻ ആ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ചന്ദ്രൻ നമ്പ്യാർ എന്ന് പറഞ്ഞ കഥാപാത്രം എന്നോട് പറയുമ്പോൾ അത് അയാളുടെ ഒരു സ്വഭാവവും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു കഥാപാത്രവും ഒക്കെയാണ്. അപ്പം ഞാനത് അവിടെ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴും ഞാൻ താടി ഇതുപോലെ ഒരു താടിയൊക്കെ വെച്ച് ഞാൻ അങ്ങനെ ചെല്ലുകയാണ്. അപ്പം അങ്ങനെ ചെന്നപ്പോഴാണ് എൻ്റെ ജിതിൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ മാറ്റി. ഞാൻ ചോദിച്ചു, ഒരു പോലീസുകാരാണ്, അപ്പം താടി വെച്ചാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ പറഞ്ഞു, താടി നമുക്ക് വേറൊരു പരിപാടി പിടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് മാറ്റി ചെയ്ത് ഞാനത് ചെയ്ത് കഴിഞ്ഞ് മേക്കപ്പും എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നിയ ഒരു സന്തോഷമുണ്ട്. ആ ഒരു കഥാപാത്രത്തിലേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ എന്നെ കണ്ടപ്പോൾ. അതിനടുത്ത് വന്നിട്ട് ഒരു സീൻ എനിക്ക് അതിലുള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതെങ്ങനെയാ ഇത് നമ്മൾ എങ്ങനെയായിരിക്കും ഇത് പോകുന്നതെന്ന് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് ആലോചിച്ച് എനിക്ക് കിട്ടുന്നേയില്ല. നമ്മൾ ജിതിനെ നമുക്ക് അവിടെ വെച്ച് അപ്പൊ സെറ്റ് ചെയ്യാം, ഞാൻ വരാം, ഞങ്ങോട്ട് വരാമെന്ന്. അങ്ങനെ ഞാനത് തുടങ്ങി. ആ ഒരു ദിവസം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോയി. ഞാൻ കൃത്യമായിട്ട് എനിക്ക് 2022 December 31st ആണ് ലാസ്റ്റ് ഡേ. അത് കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് തോന്നിയ ഒരു എനർജി ഉണ്ട്. അതായത് ഇനി അങ്ങോട്ട് നല്ല സമയമാണ് കേട്ടോ വരുന്നത് എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ഫീൽ. അപ്പോൾ അന്ന് നമ്മൾ രാത്രി ന്യൂ ഇയർ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അന്ന് നമ്മൾ ഒരുപാട് ഇതിനെപ്പറ്റി സംസാരിച്ചു. കാരണം എനിക്ക് ജോമോനാണ് ക്യാമറ ചെയ്യുന്നത്. അപ്പോൾ ജോമോൻ്റെ ഒരു ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് പുള്ളി, അതായത് നമുക്കൊരു എനർജി കിട്ടും. എന്ത് പറഞ്ഞു അദ്ദേഹം? പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മള് ആക്ച്വലി ആ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഡേറ്റിന്റെ എന്തോ ഒരു ഇതായിട്ട് അങ്ങനെ ചേഞ്ച് ആയി. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് ബേസിക്കലി ഈ സിനിമയ്ക്ക് വേണ്ടവരെല്ലാം എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ സഞ്ജു ബ്രോനെ എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ ആദ്യമായിട്ട് നീക്കോ ഞാച്ച കണ്ടപ്പോഴത്തേക്ക് അതിലെല്ലാം കുറെ ഇതാണെങ്കിലും ഞാൻ സഞ്ജുവിന് അതിൽ തന്നെ ഞാൻ നോട്ട് ചെയ്തത്. പിന്നെ ഞങ്ങള് പരിചയപ്പെട്ടു, കോൺഫറൻസ് ഉണ്ടെങ്കിലും ഈ ക്യാരക്ടർ ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറിനൊരു ഗ്രേ ഷെയ്ഡ്, ഒരു വില്ലൻ ചെറിയ സാധനം ഉണ്ടെങ്കിലും
നമ്മൾ സ്ക്രിപ്റ്റിലുള്ളതിനെയും കാട്ടി സഞ്ജു അത് വന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങനെ ഇവോൾവ് ആയി അതില് സ്ക്രിപ്റ്റിൽ തന്നെ കുറെ സംഭവം മാറ്റം വരുന്ന രീതിയിലേക്ക് ഒരു സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അതില് എന്തോ ഇതായിട്ട് മാറി. എന്നെ ജിതിന്റെ ഇടയ്ക്ക് വിളിച്ചത് നിങ്ങൾ ഇടയ്ക്ക് വന്ന് ലോട്ടറി അടിച്ച ആളാണ്. കാരണം സ്ക്രിപ്റ്റിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നപ്പോ ഒരുപാട് സീനിലായി, ഒരു മേജർ മൊമെന്റിൽ വരെ ആ ക്യാരക്ടർ എത്തി വന്നു. അത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഈ പറയുന്ന ഒരു ഫീൽ എനിക്കുണ്ട്. ഞാനൊരു വലിയ സിനിമയുടെ ഒരു വലിയ ഭാഗമായി, അതും ഒരു നല്ല രസമുള്ള ഒരു കഥാപാത്രം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇപ്പൊ അടുത്തൊന്നും അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ചിലപ്പോൾ ചെയ്യാനും സാധ്യതയില്ല. ആൻഡ് അതില് ഒരു പ്രദേശത്ത്, അതായത് ഇപ്പോൾ ഒരു കണ്ണൂർ, കാസർഗോഡ് ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ഒരു കഥാപാത്രം, അതേ ഡയലക്റ്റും ഒക്കെ വെച്ചിട്ട് പോകാൻ പറ്റുന്നത്, അത് എനിക്കൊന്ന് അതിൻ്റെ ഒരു ഇൻപുട്ട്, ശ്രീതേട്ടൻ്റെ ഒരു ഇൻപുട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് നമ്മൾ ആ അപ്രോച്ചുള്ള ഒരു മാജിക് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം എനിക്ക് എന്തായാലും പറയണമെങ്കിൽ അന്ന് എൻ്റെ ആ മേക്കപ്പും പരിപാടിയൊക്കെ ചെയ്ത് അതിലൊരു മാജിക് ഉണ്ട്. അത് സംഭവിക്കുന്നത് അത് ഈ സിനിമയിലുണ്ടത്. അത് ഈ സിനിമയിൽ എന്തൊക്കെയോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്ത് നമുക്ക് കുറേ മറ്റ് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാവും സൈഡിൽ. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഷൂട്ട് നടക്കുന്നു, അപ്പുറത്ത് സെറ്റിന് അവിടെ തീ പിടിച്ചു, അങ്ങനത്തെ പ്രശ്നം അവിടെ നടക്കുന്നു, മറ്റേടത്ത് വേറെ സെറ്റ് പൊളിഞ്ഞു പോയി, അത് വേറെ പ്രശ്നം നടക്കുന്നു, മറ്റ് ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വന്ന് ഒരുപാട് പേര് വന്നിട്ട് ക്രൗഡ് വന്നതിൻ്റെ വേറൊരു പ്രശ്നം അവിടെ നടക്കുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കിടയിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെ ഒരു വലിയൊരു പ്രോസസ്സ് ഇത് കടന്നു പോയിട്ടുണ്ട്. സോ ഇതൊരു ലാൻഡ്മാർക്ക് സിനിമയായിരിക്കും. വെയിറ്റിംഗ് ടു വാച്ച് ദാറ്റ് ഓൺ സ്ക്രീൻ. എനിവേ സർ, ഇപ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള നിങ്ങൾ 2 പേരാണ് ഓൺ സ്ക്രീൻ ആയിട്ടുള്ളത്. സഞ്ജു ചേട്ടൻ്റെ വേഷം എന്താണെന്ന് നമ്മൾ കേട്ടു, നമ്മൾ കണ്ടിരുന്നു ട്രെയിലറിൽ. പക്ഷെ സാറിൻ്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററോ എന്താണെന്ന് ഒരു ഐഡിയയും ഇതുവരെ തന്നിട്ടില്ല. പറയൂ. അതിനകത്ത് ഇത്രയേ പറയാനുള്ളൂ. കാരണം മണിയൻ 3 കഥാപാത്രങ്ങളാണ് ടൊവിനോ കൈകാര്യം ചെയ്യുന്നത്. 1 കുഞ്ഞിക്കേളു, 2 മണിയൻ, 3 അജയൻ. ഇതിൽ മണിയൻ്റെ കൂടെയുള്ള നാണു എന്ന് പറയുന്ന ഒരു കൊല്ലപ്പണിക്കാരനാണ്. അപ്പോൾ കൊല്ലപ്പണിക്കാരൻ എന്ന് പറയുമ്പോൾ ഈ നാണുവിന് മണിയനോട് വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്. തിരിച്ച് ഒരു ഗൈഡ് എന്ന രീതിയിൽ മണിയൻ നാണുവിനെ കാണുന്നുണ്ട്. പിന്നെ നാണുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ നാണുവിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്. എന്താണ് ആ വെല്ലുവിളി? അതിന് നമ്മൾ സിനിമ കാണണം. അതെ. അപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്ന് ഇതിലൂടെ മനസ്സിലാവുന്നത്. ജഗദീശൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ റോൾസിൽ ഭയങ്കരമായിട്ട് പിടിച്ചു നിൽക്കുകയാണ്. അപ്പം ഒരു ആർട്ടിക്കിൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ജസ്റ്റ് സാറിനെ പറ്റിയിട്ട് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ലൈനാണ്, എൻ്റെതല്ല, ഞാൻ വായിക്കാം. ഐ എം നോ ലോങ്ങർ യങ് ബട്ട് നോട്ട് ടു ഓൾഡ് ഫോർ എയ്തർ. അതായത് ഇത്ര അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യും. എന്താണ് എക്സാക്ട്ലി ഉദ്ദേശിച്ചതെന്ന് കേൾക്കട്ടെ. അല്ല, നമ്മൾ പലരും പറയാറുണ്ട് പിന്നെ വളരെ യങ്ങായിട്ട് എന്നല്ല. അപ്പം ഞാൻ പറയും ഐ മേ ലുക്ക് യങ്, ഐ എം നോട്ട് യങ്. ഐ മേ ലുക്ക് യങ്, പക്ഷേ ദ റിയാലിറ്റി ഈസ് ഐ എം നോട്ട് യങ്. അത് ഞാൻ ആദ്യം മനസ്സിലാക്കണം. അല്ല, ഞാൻ ഇനിയും ഒരു നായകനായിട്ട് പ്രേമവും കാര്യങ്ങളുമായിട്ട് നടന്നാൽ പ്രേക്ഷകർ ആ ചൂരൽ നല്ല അടി എന്ന് തരുന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിൽ നിന്ന് എന്താണ് പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഒരു അച്ഛൻ സ്റ്റേജിലാണ്. അപ്പോൾ അതിലെങ്ങനെ വെറൈറ്റി കൊടുക്കാം? വേണമെങ്കിൽ അച്ഛൻ സ്റ്റേജിൽ ഒരു അമ്മയായിട്ട് ഇച്ചിരി റൊമാൻസ് ഒക്കെ ആകാം. അച്ഛന്റെ സ്റ്റേജിൽ വേണമെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിൽ ഒരു 2 സീനിൽ കുറച്ച് എങ്ങായിട്ട് വേണമെങ്കിൽ ജനം സഹിക്കും. അതെ, ഡി ഏജിങ് ഇല്ലാതെ തന്നെ പിടിച്ചിരിക്കാം. ഡി ഏജിങ് ഒന്നും ഗ്രാഫിക്സ് ഇല്ലാതെ തന്നെ കുറച്ചൊക്കെ പിടിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിരുന്നാൽ ഒരച്ഛനിൽ നിന്നും വേറെ അച്ഛൻ ഡിഫറെൻ്റ് ആയിരിക്കണം. ഫാലിമിയിലെ അച്ഛനല്ല വാഴയിലെ അച്ഛൻ. പെരുമാറ്റമായിക്കോട്ടെ, ചലനങ്ങളായിക്കോട്ടെ, അതിൻ്റെ ഇമോഷൻസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ അവതരിപ്പിക്കുമ്പോൾ ആ വ്യത്യാസം ഉണ്ടാവണം. ആ വ്യത്യാസം എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും 2 പടവും നന്നായിട്ട് വിജയിച്ചു. അപ്പോൾ അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫാലിമിയിൽ ഒരു സീനിൽ പ്രേക്ഷകരെ കരയിച്ചിട്ടുണ്ട്. പക്ഷേ വാഴയിലെ ക്ലൈമാക്സിൽ എൻ്റെ ആ സീൻ കണ്ടിട്ട് ഒരുപാട് പേര് കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. റിവ്യൂസിലെല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ലീഡിങ് റിവ്യൂവേഴ്സ് എല്ലാം പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ക്ലൈമാക്സ് സീനിൽ വളരെ നന്നായിട്ടുണ്ടെന്നാണ്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു സ്വഭാവം നടന്നാൽ അജയൻ്റെ 2ാം മോഷണത്തിൽ ഒരു ക്യാരക്ടർ റോള് തന്നെയാണ്. എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു സ്വഭാവ നടൻ. ആ നാണു എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്നും റൈറ്ററും സംവിധായകനും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇവരെന്നെ മാക്സിമം സഹായിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മാക്സിമം എഫേർട്സ് ഇട്ടിട്ടുണ്ട്. ഇനി എത്രത്തോളം വിജയിച്ചു എന്ന്
അടുത്ത ഇന്റർവ്യൂവിൽ നിങ്ങളൊക്കെയാണ് പറയേണ്ടത്. പറയണേ, തീർച്ചയായിട്ടും പറയാം. അല്ല ജഗദീഷേട്ടാ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഓരോ അച്ഛന് ഓരോ മാനറിസം ആണ് കൊണ്ടുവരുന്നത്. ഐ നോ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി ടാസ്ക്. എവിടെ നിന്നാണ്? ഒബ്സർവേഷൻ ആണോ ഇതിന്റെ പുറകിൽ? ഒബ്സർവേഷൻ തീർച്ചയായിട്ടും നടന്നു വേണം. ഉദാഹരണത്തിന് ഫാലിമിയിലെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു പ്രസ് നടത്തി പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അച്ഛനാണ്. അത്യാവശ്യം മദ്യപിക്കുന്ന അച്ഛനാണ്. ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്ത ഒരു അച്ഛനാണ്. ആ അച്ഛൻ വേറെയാണ്. ഇവിടെ വാഴയിലെ അച്ഛൻ എന്ന് പറയുന്നത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മകൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എൻജിനീയറിങ്ങിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ ആ അച്ഛൻ സംസാരിക്കുമ്പോൾ അയാളൊരു വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന തോന്നൽ ഉണ്ടാവണം. ആ തോന്നൽ. ഈ അച്ഛൻ എന്ത് പോസ്റ്റ് എന്നോ ഏതൊന്നോ ഒന്നും പറയുന്നില്ല. അച്ഛൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ അച്ഛൻ ഹൈലി ക്വാളിഫൈഡ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ 4ാം ക്ലാസ് പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞാലും പ്രേക്ഷകൻ വിശ്വസിക്കും. ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രേക്ഷകൻ വിശ്വസിക്കും. സത്യമാണല്ലോ. അപ്പോൾ അത് വലിയ ഭാഗ്യമാണ്. ചില ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റോൾസ് അല്ലാതെ ഒരു തൊഴിലാളിയായിട്ട് വരുമ്പം ആ തൊഴിലാളി ലുക്ക് കിട്ടില്ല ചില നടന്. വേഷപ്പകർച്ച എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനിപ്പോൾ വെബ് സീരീസ്, സോണിയുടെ വെബ് സീരീസിൽ ചെയ്യുന്ന ഒരു സാഹിത്യകാരനായിട്ടാണ്. അപ്പോൾ ആ സാഹിത്യകാരൻ കൃഷാന്താണ് സംവിധായകൻ. അപ്പോൾ ആ സാഹിത്യകാരൻ അതിൽ മെയിൻ റോൾ ചെയ്യുന്ന സഞ്ജു ആണ്. അപ്പോൾ ആ സാഹിത്യകാരൻ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി. കാരണം അങ്ങനെ ഒരു സാഹിത്യകാരൻ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ക്യാരക്ടർ റോൾസിൽ ഒന്നിൽ നിന്നും വ്യത്യസ്തമായി വേറൊന്ന് കിട്ടുക, അത് കഥാപാത്രത്തിൽ തന്നെ പുതുമയുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആവേശം വരും. പിന്നെ ആവിഷ്കാരത്തിൽ നമ്മളെ സ്വയം റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതാണല്ലോ ഒരു നടന്റെ കഴിവ്. അതെനിക്ക് തോന്നുന്നു ജഗദീഷേട്ടൻ്റെ ഒരു സാധനം ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റൊഷാക്ക് മുതൽ നിങ്ങൾ 4-5 പ്രോജക്ട്സ് നമ്മളിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അവസാനം നമ്മൾ 4 സംഘം എന്ന് പറയുന്ന വെബ് സീരീസ് ഉൾപ്പെടെ. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത് ജഗദീഷേട്ടൻ റൊഷാക്കിൻ്റെ സമയത്ത് വന്ന് റെഡി ആയിട്ടപ്പം ഒരു ഡിലേ ഉണ്ടാവുമല്ലോ. ജഗദീഷേട്ടൻ റെസ്റ്റ്ലെസ് ആണ്. ഈ വന്നിരുന്നിട്ട് ഞാനിങ്ങനെ നോക്കി ഇപ്പം ഞാനിരുന്ന നോക്കുക ജഗദീഷേട്ടൻ ഇങ്ങനെ കാലക്കാട്ടി ഇങ്ങനെ ഇരിക്കും. എന്തേ നമ്മുടെ അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ആ ഒരു എനർജി അത് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര പാടാണ്. ജിതിൻ ചേട്ടാ, ഒരു ഡെബ്യൂ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഓൺ ആവാനായിട്ട് 8 വർഷം കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് യു മൈറ്റ് ഹവ് ഫേസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം പ്ലേസസ്. ഒത്തിരി ചോദ്യം ഉണ്ടാവും. പിന്നെ ഇപ്പൊ സഞ്ജേട്ടൻ പറഞ്ഞതുപോലെ സെറ്റിൽ തീ പിടിക്കുക, തല്ലിപ്പൊളിക്കുക തുടങ്ങിയുള്ള തടസ്സങ്ങൾ. വാട്ട് കെപ്റ്റ് യു ഓൺ ത്രൂ ഔട്ട് ദി 8 years? So just one word answer I can say, it's all patience. അപ്പോൾ ആ പേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ബേസിലേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ബേസിലേട്ടൻ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ടെക്നോ പാർക്കിൽ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ടെക്കി നിന്ന് വന്ന. അപ്പോൾ സിനിമ പാഷനായിട്ടുള്ളത് കൊണ്ടാണ് സൈറ്റിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കോർ ഐറ്റം ഇതാണ്, അത് പെർസീവ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ എത്ര ലേറ്റ് ആയാലും ആ ഒരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതിൽ മാത്രമായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ വിത്ത് ഈ പേഷ്യൻസും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെങ്കിൽ നാളെ സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മൾ അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വലിയ സിനിമ തന്നെ ചെയ്യാൻ പറ്റും എല്ലാവർക്കും. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു വലിയ സിനിമ ബാക്ക്ഗ്രൗണ്ടോ ഒരുപാട് സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളതോ അങ്ങനെ ഒന്നും വേണമെന്നില്ല. നമ്മളതിൽ ഞാനൊക്കെ സിനിമ കണ്ട് പഠിച്ചിട്ടുള്ള രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന് വീട്ടുകാർ പറഞ്ഞിട്ടാണ് നമ്മൾ എൻജിനീയറിങ്ങിന് പോയെങ്കിലും നമ്മളൊരു കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിയുമ്പോഴേ നമ്മൾ അതിലൊരു സ്റ്റാൻഡ് വന്നാൽ മാത്രമേ നമുക്ക് സിനിമയിലോട്ട് കൂടുതൽ അറിയാലോ. നമുക്ക് അങ്ങനെ ഫിനാൻഷ്യൽ ഇതൊന്നും അധികം വരത്തില്ല സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും. പക്ഷെ നമ്മൾ അതിനെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു ബി ഓപ്ഷൻസ് ഒക്കെ കണ്ടെത്തിയിട്ട് നമ്മുടെ അൾട്ടിമേറ്റ് എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോവുക, അല്ലെങ്കിൽ എത്ര നേരം വേണോ ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തെങ്കിലും സംഭവിക്കും. ഇതിപ്പോ ഒരു കാര്യമുണ്ട്. ജിത്തിൻ്റെ വിഷൻ എന്താണെന്നുള്ളത് ജിത്തിൻ്റെ അപ്പിയറൻസിൽ നിന്ന് തന്നെ വ്യക്തമാവും. നമ്മൾ 4 പേര് ഇരിക്കുന്നു, ജിതിൻ സ്റ്റാൻഡ്സ് ഔട്ട് അല്ലേ? ശരിയാണ്, ഞാൻ ശ്രദ്ധിച്ചു. ജിതിന്റെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഹെയർ സ്റ്റൈല്, ഗ്ലാസ്, താടി എല്ലാം വ്യത്യാസമില്ലേ? മോതിരങ്ങള് എല്ലാം നമ്മൾ 4 പേരിൽ നിന്നും വ്യത്യസ്തനാണ് ജിതിൻ. ഈ കാഴ്ചപ്പാടാണ് സിനിമയ്ക്കും പുള്ളി കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൺസീവ് ചെയ്യുന്ന രീതിയിലല്ല ജിതിൻ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജിതിന് 8 വർഷമായിട്ട്
അതിങ്ങനെ സ്വപ്നം കാണുമ്പോൾ ജിതിന്റെ ഒരു വിഷൻ ഉണ്ട്. ആ എല്ലാം vision- ഇച്ചിരി 3D നിൽക്കും. അടുത്ത് നിൽക്കുന്നത്. അതെ. കണ്ണാടി വരെ 3D വെച്ച് പഴയ കണ്ണാടി 3D അല്ല ഞാൻ അല്ല ഇങ്ങനെ ഇതിപ്പോ എത്രയോ നാളായിട്ട് ജിതിനെ ഈ പടം ഷൂട്ട് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്നതല്ലേ. അപ്പൊ ജിതിന് ഈ രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ ജിതിന് ഒരു കൺവെക്ഷൻ ഉണ്ട്. എന്റെ അപ്പിയറൻസ് ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ തീരുമാനിക്കുന്നത്, മുടിയൊക്കെ ഇങ്ങനെ നീട്ടി കെട്ടിയൊക്കെ വെച്ച് അതിന്റെ ഒരു സംഭവം. അപ്പൊ ആ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതെ, അതെ. ആ സ്റ്റാമ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് അജയന്റെ രണ്ടാം മോഷണത്തിലുണ്ടാവും. ഒരു സ്റ്റാമ്പ് അത് നന്നായിട്ട് എല്ലാം ഞാൻ ഒറ്റയ്ക്കുള്ള ഇതല്ല, ഇത് കംപ്ലീറ്റ് ഒരു കൂട്ടായിട്ടുള്ള, ഇപ്പൊ സുജിത്തേട്ടനാണെങ്കിലും ടോവി ആണെങ്കിലും നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നോ, അത് യൂണിറ്റിലുള്ള ആൾക്കാരാണെങ്കിലും പ്രൊഡക്ഷനിലുള്ളതാണെങ്കിലും എല്ലാവരും ആ ഒരു എനർജി നല്ലതായിരുന്നു. അതാണ് ജിതിൻ. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല ടീമിനെ ഓർഗനൈസ് ചെയ്യുന്ന ആളാണ് ഡയറക്ടർ. ഡയറക്ടറിന്റെ വിഷന് പറ്റിയ ആൾക്കാരെല്ലാം സംഘടിപ്പിക്കുക, സംഘാടനമാണ് സംവിധാനം. അപ്പൊ അതിനെ പറ്റി ഏറ്റവും നല്ല ക്യാമറാമാനെ ചൂസ് ചെയ്യുക, ഏറ്റവും നല്ല റൈറ്ററെ ചൂസ് ചെയ്യുക, തിരക്കില്ലാത്ത ആക്ടേഴ്സിനെ ചൂസ് അല്ല. ഇപ്പൊ ജിതിൻ സെലക്ട് ചെയ്ത ഗ്രൂപ്പ് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്, എനിക്കും സഞ്ജുവിനും ഒക്കെ. ഉദാഹരണത്തിന് റൈറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സുജിത്തുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഡബിങ്ങിന് സുജിത്ത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അത് ഡയലക്റ്റ്, ആ ആക്സെൻറ്റ് കാര്യങ്ങൾ, ആ കാസർഗോഡ് ആക്സെൻറ്റ് കുറച്ച് പിടിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിന് എങ്ങനെയാണ് നമ്മൾ എവിടെയെങ്കിലും തെറ്റാൻ സാധ്യതയുള്ളിടത്ത് അതെങ്ങനെയെന്നുള്ള കറക്റ്റ് ചെയ്ത് തരും. അതൊക്കെ വളരെ സ്വീറ്റായിട്ടാണ് പറഞ്ഞു തരുന്നത്. പിന്നെ സുജിത്തിന് എന്നോട് ബഹുമാനം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, വളരെ ഇഷ്ടമാണ്. അതെന്താ വെച്ചാൽ ഞാൻ അഭിനയിച്ച സിനിമകളും അതിൻ്റെ ചരിത്രമൊക്കെ തന്നെ കൂടുതൽ അറിയാനും അതെങ്ങനെയായിരുന്നു ഇതിങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഞാൻ സുകുമാരി ചേച്ചിയോടും നെടുമുടി വേണുചേട്ടനോടും സിനിമയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഒരാൾ താല്പര്യമുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരാൾ സുജിത്ത് എങ്ങനെയാണോ, അന്നത്തെ ഇതാണോ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് അറിയാൻ താല്പര്യമുള്ള, നമ്മളോട് ഇഷ്ടമുള്ള ഒരാളാണ്. വളരെ സോഫ്റ്റാണ്, വളരെ സ്വീറ്റ് ആണ്. എന്താ പറയുക, ക്യൂരിയസ്നെസ് അല്ലേ? അതെ 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 അതെ. അതുകൊണ്ട് ആ ഒരു സിനിമയോടുള്ള സുജിത്തേട്ടന്റെ ഇഷ്ടവും ഉണ്ട്. അതായത് പണ്ട് സുജിത്തേട്ടന്റെ ഈ പഴയ സിനിമകളെല്ലാം കണ്ട് അരച്ചു കലക്കി കുടിച്ചേക്കുന്നത് കൊണ്ട് അത്രയും ബുക്കൊക്കെ വായിക്കും. ഇല്ലേ, ആലോചിച്ച് നോക്കൂ, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സർക്കാർ ഫയലിന്റെ ഇടയിൽ നിന്ന് ഇതേപോലെ ഒരു കഥ എഴുതണമെങ്കിൽ ഈ ഫയലിന്റെ ഇടയിൽ നിന്നാണ് ഈ കഥ ഉണ്ടായിരിക്കുന്നത്. ഫയലുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച എന്നാൽ ആ നാട്ടില് മോശപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ള പേരൊന്നുമില്ല, കുഴപ്പമില്ല, അങ്ങനെയുള്ള ആളൊന്നുമില്ല. ഈ വർക്ക് നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഓഫീസിൽ പോയിട്ടുണ്ട്. അത് ശരി, മാനേജ് ചെയ്തു. ഞങ്ങള് പറയുന്നത് പഞ്ചായത്തിൽ അടുത്ത പ്രസിഡന്റ് ആയിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ സുജിത്തേട്ടൻ ജയിക്കുന്നു. ജനപ്രീതിയുള്ള ആളാണെന്നല്ലേ? ഞാൻ ഇത്രയും നാളായിട്ട് ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും വളരെയധികം കാത്തിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് ജഗദീഷ് സാറ്. അപ്പൊ കഴിഞ്ഞ ദിവസം ദേവദൂതൻ തിയേറ്ററിൽ ഞാൻ ആ ത്രൂ ഔട്ട് ഫിലിം ആദ്യമായിട്ടാണ് ആ തിയേറ്ററിൽ നിന്ന് അങ്ങനെ കാണുന്നത് കേട്ടോ. ടി-വിയിലാണ് നമ്മൾ പരസ്യമൊക്കെ ഇടയിൽ വന്ന് ബ്രേക്ക് ആയി അങ്ങനെ പോവാ. അപ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇന്നും ജഗദീഷ് ചേട്ടൻ, ഇപ്പം സഞ്ജേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എനർജി ഉണ്ടല്ലോ, ദേവദൂതനിൽ കണ്ട അതേ എനർജി 24 years അപ്പാർട്ട് ഇപ്പോഴത്തെ ഫിലിംസിലും കാണുന്നു. ദാ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്കൊരു കോളേജ് പ്രൊഫസറൊക്കെ ആയതുകൊണ്ടും ഈ യങ് സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട്, ഇപ്പോൾ സഞ്ജേട്ടനെ പോലുള്ള യങ്സ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു വൈബ് ക്യാച്ച് ചെയ്ത് നിൽക്കുന്നത്. എന്താണ് എൻ്റെ സീക്രട്ട്? അല്ലെ, എന്റെ മനസ്സിൽ ഞാൻ ഇന്നും ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. ഇപ്പോഴും ഞാൻ പ്രൊഫസറൊന്നും ആയിട്ടില്ല. ഞാൻ മാരിയോനസ് കോളേജിൽ അടുത്ത കാലത്ത് പോയിരുന്നു. എൻ്റെ ക്ലാസ് റൂം കണ്ടപ്പോൾ ഇത്രയും വർഷത്തിന് അത് മുമ്പാണ് ഞാൻ പഠിച്ചിരുന്നെന്നുള്ള ഫീലിംഗ് ഒന്നും എനിക്കില്ല. ഒരു 5 കൊല്ലം മുമ്പ് വല്ലതും പഠിച്ചാണെന്നുള്ള ഫീലിംഗ് ആണ് എനിക്കുള്ളത്. അത് എൻ്റെ ഇപ്പോൾ ഇത്രയും ദിവസം എടുത്താണ് ഷൂട്ട് ചെയ്ത്, ഇത്രയും തുടങ്ങിയത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പീരീഡായി, ഇത്രയും ദിവസങ്ങളായി എന്നുള്ള ഫീലിംഗ് ഒന്നും എനിക്കില്ല. എൻ്റെ മനസ്സിൽ അജയൻ്റെ രണ്ടാം മോഷണം ഷൂട്ട് ചെയ്ത് നമ്മൾ കാരക്കുടിയിൽ പോയിട്ട് അതൊരു 6 മാസം മുമ്പെന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ ടൈം അത് ഇത്രയും ദിവസം എടുത്ത് എത്ര നാൾ കഴിഞ്ഞു, കുറേ നാളായിട്ട് ഒരു ഷൂട്ട് ചെയ്യല്ലേ എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നില്ല. പിന്നെ നിരന്തരം ഞാൻ സുജിത്തുമായിട്ടും ജിതിനുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്തായി ഗ്രാഫിക്സ്, എന്തായി 3D, എന്തായി ഓണത്തിന് ഇറങ്ങും. ആ ക്യൂരിയോസിറ്റി അതിഭീകരമാണ്. അത് ജഗദീഷ് ചേട്ടൻ ഇപ്പോൾ ഒരു സിനിമ ഇപ്പം ഇറങ്ങാൻ പോവാണ്. ഇപ്പം ഹിന്ദി ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഷാറുഖ് ഖാൻ ഒരു പുതിയ പടം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നമ്മൾ എക്സൈറ്റ്മെന്റ് ഇല്ല, മറ്റേ ഫാൻ ബോയ്സ് പറയില്ലേ, ഈ എക്സൈറ്റ്മെന്റിലാണ് ജഗദീഷ് ചേട്ടൻ എല്ലാ സിനിമയും പോയി തിയേറ്ററിൽ കാണും. അത് എന്ത് സിനിമയാണെങ്കിലും ഹിന്ദി, ജഗദീഷ് ചേട്ടൻ ബേസിക് ആവശ്യം എന്ന് വെച്ചാൽ, അപ്പം ജഗദീഷ് ചേട്ടൻ പറയുന്നത് വെച്ചാൽ വണ്ടി
ഈ വണ്ടിയാകുമ്പോൾ എനിക്ക് സുഖമായിട്ട് അവിടെ തിയേറ്ററിൽ കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് കയറി പോയി എടുക്കാം. മറ്റേത് ഭയങ്കര തലവേദനയല്ലേ, വണ്ടി മാറ്റുന്ന എന്തോ കാര്യം പറഞ്ഞാണ്. ഇതാകുമ്പോൾ എനിക്ക് എളുപ്പമാണ്. എനിക്ക് പുള്ളി ഫസ്റ്റ് ഡേ മറ്റേ കൃപ തിയേറ്ററിൽ കണ്ടിരിക്കും. അവിടെ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി സ്വസ്ഥമായിട്ട് നിന്ന് കാണാൻ പറ്റും. മറ്റേത് കുറച്ച് ശല്യവും പ്രശ്നങ്ങളൊക്കെ കുറേ ഒച്ചയും ബഹളമൊക്കെ ആണ്. ഇതാകുമ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് നിന്ന് കാണാം. അപ്പോൾ എല്ലാ സിനിമയെ പറ്റിയിട്ടും പിന്നെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ പടമാണെങ്കിലും ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളെപ്പോൾ കാണുമ്പോഴും എന്തായി, എങ്ങനെയുണ്ട് പരിപാടി, എങ്ങനെയുണ്ട്, കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഇത് എപ്പോൾ കാണുമ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും, എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. ബേസിക്കലി ഏതെങ്കിലും ആർട്ടിസ്റ്റ് നമ്മൾ സിനിമ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഓക്കെ അത് ഇറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങട്ടെ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഇത് നമ്മളൊരു എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കൂടുമ്പോഴും ജഗദീശ്വരൻ വിളിച്ചിട്ട് എന്തായി പരിപാടി, എന്ത് സ്റ്റേജ് ആണ് ഇപ്പോ, ഇത് കഴിഞ്ഞോ അത് കഴിഞ്ഞോ എന്നുള്ള എല്ലാം. ലാസ്റ്റിൽ ഞാൻ വിളിച്ചു വെച്ചത് പ്രൊമോഷൻ എന്താണ്, പ്രൊമോഷൻ ആ ദിവസം ഞാൻ ഫ്രീ ആയിരിക്കണം, ഷൂട്ടിംഗ് ആണെങ്കിൽ എനിക്ക് ടെൻഷൻ ആവും. എനിക്ക് പ്രൊമോഷന് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ബേസിലായിട്ടിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ലൈക്ക് എന്ന് നിന്റെ മൊയ്തീൻ, ഗോദ തുടങ്ങിയ സിനിമകളിൽ. അപ്പൊ ഇതിനകത്തൊക്കെ ടോബി ചേട്ടന്റെ ഒരു സാന്നിധ്യമുണ്ട്, കഥാപാത്രമായിട്ടും ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ടും. അപ്പം ജഗദീഷ് ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ചൂസിങ് ദ ബെസ്റ്റ് ഫ്രം എവറി സൈഡ് ആൻഡ് പുട്ടിങ് ഇറ്റ് ടുഗദർ എന്നുള്ളതുപോലെ ടോബി ചേട്ടനെ വെച്ചാണ് ഫസ്റ്റ് സിനിമ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു ആഗ്രഹം അന്നേ മനസ്സിലുണ്ടായിരുന്നോ? അത് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ശ്രീനാഥന്റെ കൂതറ എന്ന് പറയുന്ന സിനിമ ടോബി ചെയ്യുന്ന സമയത്ത് ആ സെറ്റിൽ പോയിട്ടാണ് ഞങ്ങള് ഫ്രണ്ട്സ് ആവുന്നത്. അപ്പൊ അന്ന് മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ ഗോദയിലും മൊയ്തീനിലും ഒക്കെ കണ്ടിന്യൂ ആയിപ്പോയത്, കൽക്കി. അപ്പോൾ നമ്മൾ ഗോദ കഴിഞ്ഞ് കഥ പറയുന്ന സമയത്ത് പോലും ഇങ്ങനത്തെ ഒരു സാധനം പുൾ ഓഫ് ചെയ്യാൻ ടൈം എടുക്കും എന്നുള്ളത് നമുക്കറിയാം. സ്റ്റിൽ അതിന്റെ ഇടയ്ക്കൊക്കെ ടോബി എൻ്റെ അടുത്ത് എടാ ഇത്രയും വെയിറ്റ് ചെയ്യുന്നതിനേം കാട്ടി നീ ഏതെങ്കിലും ഒക്കെ ഒരു ചെറിയ സിനിമ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ടോബി വെച്ചിട്ട് ഈ സിനിമയെ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അത് സുഹൃത്തായിട്ടും കാരണം നമുക്ക് വേറൊരാളെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതിപ്പോ നമ്മൾ അടുത്ത ചെയ്യുന്ന പല സാധനങ്ങൾ പോലും സുഹൃത്തായിട്ടും എന്നെ വിളിച്ചിട്ട് പറയുന്നത് ടോബിയെയാണ് ഓർമ്മ വരുന്നത് എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ നമ്മൾ അത്രയും കണക്റ്റഡ് ആണ്. ഔട്ട്കം കാണുമ്പോ അത് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ടോബിക്ക് ചെയ്യാൻ കഷ്ടപ്പെടും. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സങ്കീർണമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ അത് കാണുമ്പോൾ നമുക്കത് എഫേർട്ട്ലെസ് ആയിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അത് അതിൻ്റെ പിന്നിൽ അത്ര കഠിനാധ്വാനം ടോബി എന്ന് പറഞ്ഞ നടൻ ചെയ്തിട്ടുണ്ട്. ഈ ജിതിൻ കൂതറയുടെ കാര്യം പറയുമ്പോഴാണ് അതായത് ആ സെറ്റിൽ പിന്നെ ഭരത് എന്ന് പറഞ്ഞ ബോയ്സിലൊക്കെ അഭിനയിച്ച നായകനായിരുന്നു. അപ്പോൾ ടോബി സണ്ണി അപ്പോൾ ടോബി എന്നൊരു വലിയ താരമൊന്നും അല്ല. അപ്പം ജിതിൻ ടോബിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭരത് എന്ന് പറഞ്ഞ ആളെടുത്ത് എല്ലാവരും ഫോട്ടോ പോയി എടുക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ തിരക്കാണ്. അപ്പോൾ ടോബി ജിതിന് മാറി നിന്നിട്ട് ആ ഫോട്ടോ എടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടോബീൻ്റെ അടുത്ത് ആരും ഫോട്ടോ എടുക്കാനൊന്നും വരേണ്ട കാര്യമില്ല, അയാളന്ന് തുടങ്ങുന്നതാണ്. അപ്പം ജിതിനും ടോബിയും കൂടെ ഒരു പഴയ ഫോണിലെടുത്തൊരു സെൽഫി ഉണ്ട്. അപ്പോൾ ആ സെൽഫി എടുക്കുമ്പോൾ ജിതിൻ പറഞ്ഞു ബ്രോ ഞാൻ ഒരു ഫോട്ടോ എടുക്കുകയാണ് നമ്മൾ തമ്മിൽ. വിചാരിച്ചോട്ടെ ബ്രോ മറ്റേ ഈ സിനിമയിലെ നടനാണെന്ന് വിചാരിച്ചോട്ടെ, അല്ലേ നടനാണെന്ന് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും നസീർ എന്ന് പറഞ്ഞ ഞങ്ങളെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ അന്ന് അവിടെ ഫോട്ടോ എടുത്ത്. അപ്പൊ ആ കുട്ടി അതുണ്ടായിരുന്നു അവന്റെ കയ്യില്. അപ്പൊ അന്ന് ആ ഫോട്ടോ എടുക്കുമ്പോ ചോദിച്ചു അവൻ നാളെ ഞാനൊരു സിനിമ ചെയ്യുമ്പോ എനിക്കൊരു ഡേറ്റ് തരണം. അങ്ങനെ ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. പക്ഷെ പിന്നെ അതേപോലെ ഈ പറയുന്ന ഒരു 8 വർഷം എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ ചുമ്മാ എപ്പോഴോ ചിന്തിച്ചു. അപ്പൊ ഞാൻ എണ്ണി നോക്കി ടോബിയുടെ എത്രാമത്തെ പടമാണെന്ന്. അപ്പൊ നോക്കിയപ്പോ 46ഓ 40ഓ അങ്ങനെ എന്തോ ആയുള്ളൂ. പക്ഷെ ഇന്ന് കറക്റ്റ് ഞാൻ അന്ന് ചിന്തിച്ച പോലെ 50ാമത്തെ പടം ARM ആയി. ഡെസ്റ്റിനി ആ സൈക്കിൾ കംപ്ലീറ്റ് ആവുക എന്നുള്ളതിന്റെ ഒരു നമ്മൾ പോലും അത്ഭുതപ്പെടുത്തുന്ന സംഭവം അതാണ്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ സെൽഫി അങ്ങനെ അടുത്ത് നിന്ന് ആ അത്ര 10 years ഗ്രോത്ത് ടോബിയുടേത് ഞാൻ ഇന്ന് ARM കഴിയുന്നത് വരെ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. മാറി നിന്ന് എന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ടോബിയുടെ ഗ്രോത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 10 years കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫെദർ ഓൺ ദ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിനിമ ആകട്ടെ ARM എന്ന്. ഓക്കെ, ഇതിനകത്ത് 3 വേഷങ്ങളുണ്ട്, അജയനുണ്ട്, കുഞ്ഞിക്കുന്നുണ്ട്, മണിയനും ഉണ്ട്. അപ്പം എന്തുകൊണ്ട് അജയന്റെ 2ാം മോഷണം അജയനാണോ ഹീറോ? അജയന്റെ കഥയാണ് സിനിമയാണ്. ബാക്കി രണ്ടുപേരും ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ആണ്. ഇപ്പൊ നേരത്തെ ഇറങ്ങിയ ടീസർ ആണെങ്കിൽ പോലും ഒരു പോയിന്റ് ഓഫ് സെക്ഷനിൽ വരുന്ന സാധനമാണ്, ഏരിയ ആണ്. പക്ഷെ നമ്മൾ ഈ പൊട്ടിന പീര എന്ന് പറയുന്ന പോലെ
ഈ ടീസറിലുള്ള മണിയൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ഞെട്ടിച്ചിട്ട് പോവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രേക്ഷകരാണ് ചെറുപ്പക്കാരന്റെ ഒരു 90കളിലുള്ള ഒരു ചെറുപ്പക്കാരൻ ആ സാമൂഹികമായ കാലഘട്ടത്തിൽ അയാൾ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ തന്നെയാണ് സിനിമയുടെ പ്രധാന പ്രമേയം. അയാളുടെ പ്രണയമുണ്ട്, അയാൾക്ക് ഇമോഷൻസ് ഉണ്ട്, അയാൾ ഒരുപാട് അണ്ടർഡോഗാണ് എന്നൊക്കെ പറഞ്ഞതുപോലെ വളരെ ഒരു മനുഷ്യഗണവും മണിയനൊരു അസുരഗണവും പിന്നെ കുഞ്ഞിക്കേളു എന്ന് പറയുന്ന ഒരു ദേവഗണം. അപ്പൊ ആ ഒരു 3 ഫ്ലേവേഴ്സ് ആണ് ആ 3 ക്യാരക്ടേഴ്സിന്. അപ്പൊ രാക്ഷസന്റെ കൂടെയാണ് എന്നെ പിടിച്ചിട്ട് അല്ല, ഒരു ദേവൻ ഉണ്ടാവുമ്പോഴത്തേക്കും ഒരു അസുരനാണെങ്കിൽ ബാലൻസ് ചെയ്ത് പോട്ടെ. പക്ഷേ അസുരൻ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മള് പുച്ഛിക്കേണ്ട കാര്യമില്ല. അസുരന്മാർക്കും ഗുണമുണ്ടെന്ന് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും അല്ലേ? ഓക്കെ, അപ്പൊ ആ ഗുണങ്ങൾ മനസ്സിലാക്കാനായിട്ട് പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നതായിരിക്കും. Entertainment 3 times in 3D. 3D, wow. അതൊരു പഞ്ച് യൂസ് ചെയ്യാം. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇറ്റ് വാസ് പ്ലഷർ ടോക്കിംഗ് ടു യു ഓൾ. ARM all the very best. Thank you so much. Thank you.